രാജ്യത്തെ നടുക്കിയ നിരവധി കേസുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് തെളിയിച്ച ചരിത്രം നമ്മുടെ പോലീസിനുണ്ട്. കോളിളക്കം സൃഷ്ടിച്ച ഏലത്തൂർ ട്രെയിൻ തീവയ്പും കണ്ണൂരിൽ വലിയ പ്രശ്നമായി മാറിയ മോഷ്ടാവിനെ പിടികൂടിയതുമടക്കം പ്രമാദമായ കേസുകൾ തെളിയിച്ച് മാതൃകയായി മാറിയ സംഘമാണ് കണ്ണൂർ സ്ക്വാഡ്. തങ്ങളുടെ കഴിവിനും ജോലിയോടുള്ള സമർപ്പണത്തിനും മികച്ച അംഗീകാരം തേടിയെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിന്. കേരളത്തിലെ വിവാദമായ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടി അന്വേഷണ മികവ് തെളിയിച്ച കണ്ണൂർ സ്ക്വാഡിന് പൊൻതൂവലായി DGPയുടെ അവാർഡ് നേട്ടം. 2023 ജൂൺ 1 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലുണ്ടായ തീവയ്പ് കേസ് അന്വേഷണത്തിലെ മികവാണ് DGPയുടെ 2023 വർഷത്തെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് അർഹമാക്കിയത്. കണ്ണൂർ ACP രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഇൻസ്പെക്ടർ PA ബിനു മോഹന്റെ നേതൃത്വത്തിലാണ് ബംഗാൾ സ്വദേശിയായ പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയത്. സൈബർ SHO ബിജു പ്രകാശ്, റെയിൽവേ SI KV ഉമേശൻ, കണ്ണൂർ ടൗൺ ASI V രഞ്ജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CP നാസർ, KP രാജേഷ് എന്നിവർക്കും അവാർഡ് ലഭിച്ചു. 2023 മാത്രം കണ്ണൂർ സ്ക്വാഡ് 100-ലധികം കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചു. കുഴപ്പം പിടിച്ച കേസുകളുടെയെല്ലാം അന്വേഷണം ഈ സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു. അന്വേഷിച്ചതെല്ലാം പ്രമാദമായ കേസുകളായതിനാൽ എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടെത്താനുള്ള നീക്കമാണ് സംഘം നടത്തിയിരുന്നത്. ഒരു വർഷത്തോളം കണ്ണൂരിൽ വലിയ പ്രശ്നമായി മാറിയ മോഷ്ടാവിനെ ഒടുവിൽ ഈ സംഘം പിടികൂടി. നഗ്നനായി മോഷണം നടത്തിയിരുന്ന കോട്ടയം സ്വദേശി നാസറിനെയാണ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങളാണ് പ്രധാന തെളിവായത്. നാസറാണ് മോഷണം നടത്തിയതെന്ന് ഉറപ്പിച്ച സംഘം ഫോൺ നമ്പർ ശേഖരിച്ചു. ഇയാളുടെ ഭാര്യയുടെ വീട് കണ്ണൂരിലായിരുന്നു. കണ്ണൂരിലേക്ക് വരുന്ന വഴി താഴെച്ചൊവ്വയിലെത്തിയപ്പോൾ ബസ്സിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കോട്ടയത്തും സമാനമായ രീതിയിൽ മോഷണം നടത്തിയെന്ന് കണ്ടെത്തി. പയ്യാമ്പലത്ത് പൂട്ടിയിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് സ്വർണം കവർന്ന UP സ്വദേശികളായ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയത് മറ്റൊരു മികവ്. മോഷണം നടന്ന സ്ഥലത്തു നിന്ന് ആകെ തെളിവായി കിട്ടിയത് ചെരുപ്പ് വാങ്ങിച്ചതിന്റെ ബില്ലായിരുന്നു. ബില്ല് കണ്ണൂർ ടൗണിലെ ഒരു കടയിലേതായിരുന്നു. കടയിലെത്തി അന്വേഷിക്കുകയും ചെരുപ്പ് വാങ്ങിയവർ അടുത്ത ലോഡ്ജിൽ താമസിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ മോഷണം നടത്തുന്ന വൻ സംഘത്തിൽപ്പെട്ട അംബ്രോസ്, മഹേന്ദ്ര എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ ടൗണിൽ വെച്ച് ലോറി ഡ്രൈവറെ കൊന്ന കേസിലെ പ്രതികളെയും വളരെ വേഗം പിടികൂടാനായി. കണിച്ചാർ സ്വദേശിയായ ജിൻഡോ ആണ് കൊല്ലപ്പെട്ടത്. കുറ്റ്യാടി സ്വദേശിയായ അൽത്താഫ്, കാഞ്ഞങ്ങാട് സ്വദേശിയായ കബീർ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ ഭാഗത്തായാണ് ലോറികൾ പാർക്ക് ചെയ്യുന്നത്. അവിടെയുണ്ടായിരുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട തർക്കത്തിനു പിന്നാലെയാണ് ജിൻഡോയ്ക്ക് കുത്തേറ്റത്. മാരകമായി കാലിന് കുത്തേറ്റ ജിൻഡോ ഓടുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. നഗരത്തിലെ പ്രമുഖ വ്യവസായിയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കവർച്ച നടത്തിയതുൾപ്പെടെ നിരവധി കേസുകൾ വേറെയുമുണ്ട്. ലഹരിമരുന്ന് വേട്ടയും സംഘത്തിന്റെ പ്രധാന ദൗത്യമായിരുന്നു. കാറിൽ കടത്തുകയായിരുന്ന 1000-ലധികം ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയതുൾപ്പെടെയുള്ള കേസുകൾ ഇവയിൽപ്പെടും. ബിനു മോഹന്റെ നേതൃത്വത്തിലായിരുന്നു സ്ക്വാഡ് പ്രവർത്തനം സജീവമായിരുന്നത്. പിന്നീട് പലരും സ്ഥലം മാറിപ്പോയി. എന്നാൽ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും സ്ക്വാഡിലേക്ക് എത്തുന്നത്. വളവട്ടണത്തെ 1 കോടി രൂപയുടെ മോഷണം, കാസർഗോഡ് 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് തുടങ്ങിയവയും ഇതേ സംഘത്തിൽപ്പെട്ടവരാണ് അന്വേഷിച്ചത്. സംഘത്തിൽ എത്ര പേർ പോയാലും പുതിയ ആൾക്കാർ വന്നാലും സുപ്രധാന കേസുകളുടെയെല്ലാം പിന്നാലെ ഇവരുണ്ടാകും.